Hi dear friends, Assalamualaikum. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ ഈ അവിൽ മിൽക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിൽ ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിൽമയുടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതുപോലെ അവിൽ മിൽക്കിനുള്ള അവിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അവിൽ ഈ നെയ്യിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കൂടുതൽ നെയ്യിൻ്റെ ആവശ്യമില്ല, കുറച്ച് നെയ്യ് മാത്രം എടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഞാൻ വീണ്ടും ഗ്യാസിൽ ഇതുപോലെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ ഞാനിതുപോലെ പീനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, നിലക്കടല ഇട്ട് കൊടുത്ത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇത് വറുത്തെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള നിലക്കടലയാണ്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ അവിലും കടലയും ഒക്കെ നല്ലതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാൻ. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യം ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ അങ്ങ് കളഞ്ഞെടുക്കാം. ഇപ്പം നമ്മുടെ പഴത്തിൻ്റെ തൊലി മുഴുവനായിട്ടും ഞാനിതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മുടെ പഴം നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പഴം കടിക്കാൻ വേണ്ടിയിട്ടും കിട്ടും. അപ്പോൾ ഞാൻ നമ്മുടെ പഴം ഇതുപോലെ നല്ലതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലൊഴിച്ച് കൊടുക്കാം. പാലിന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ വലിയൊരു കപ്പിലാണ് പാലെടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം അവിൽ മിൽക്ക് നമ്മൾ റെഡിയാക്കുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് പാലിൻ്റെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ മിക്സിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അവിൽ മിൽക്കിലേക്ക് ആവശ്യമായിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് നമ്മളിവിടെ റെഡിയാക്കി. അവിലും കടലയും ഒക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ നമുക്ക് ആവശ്യം ഒരു ബൂസ്റ്റിൻ്റെ പാക്കാണ്. പിന്നെ നമ്മൾ പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. സെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് നമ്മുടെ അവിൽ ഇതിൻ്റെ മുകളിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓരോ ലെയറായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാലിലേക്ക് എല്ലാതും കൂടെ മിക്സാക്കിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് കടലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ബൂസ്റ്റ് പൊടി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഓരോ ലെയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കടലയും അവിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് അടുത്ത ലെയർ കടലയും അവിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ വീണ്ടും നമുക്ക് കുറച്ചും കൂടെ ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അവിൽ മിൽക്ക് സെറ്റ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് നല്ലതുപോലെ സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ മുകളിലൂടെ കുറച്ച് ചെറിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ
ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ചെറിയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ അവിൽ മിൽക്ക് റെഡിയാക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.